കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ ചടങ്ങാണ് മകം കലം വരവ്. ജൂൺ 20-നാണ് ഈ വർഷത്തെ മകം കലം വരവ് നടക്കുന്നത്. മനുഷ്യനേത്രങ്ങൾ കൊണ്ട് കാണാൻ പാടില്ലെന്ന് ശാസ്ത്രവിധിയുള്ള ഈ ചടങ്ങ് ഭക്തർക്ക് ദർശനാനുമതിയില്ലാത്ത രാവിന്റെ ഇരുട്ടിലാണ് നടക്കുക. മുഴക്കുന്നിനടുത്ത് നല്ലൂർ ഗ്രാമത്തിലെ ചൂട്ടാലകളിൽ നിന്നും ഇളനീരാട്ടത്തിന്റെ പിറ്റേന്നാൾ മുതൽ വ്രതാനുഷ്ഠാനത്തോടെ കലം നിർമ്മാണം തുടങ്ങും. മകം നാളിൽ സമുദായാംഗങ്ങളെല്ലാം വ്രതാനുഷ്ഠാനത്തോടെ ചൂട്ടാലയിൽ എത്തിച്ചേരും. സ്ഥാനികന്റെ കയ്യിൽ നിന്നും വെറ്റില വാങ്ങിയ 12 ആൾക്കാരാണ് കലം എഴുന്നള്ളിക്കൽ ചടങ്ങിന് തയ്യാറാവുന്നത്. 156 കലങ്ങളും പനയോലയിലാണ് കെട്ടിവെക്കുക. ഊണിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെടുക. നല്ലൂരാൻ എന്ന കുലാലസ്ഥാനികന്റെ നേതൃത്വത്തിൽ ഈ മൺകലങ്ങൾ സന്നിധാനത്തിലെത്തിക്കുന്നതോടെയാണ് ക്ഷേത്രത്തിൽ അതീവ രഹസ്യമായ ഗൂഢപൂജകൾക്ക് തുടക്കമാവുന്നത്. പൂർണ്ണ ഇരുട്ടിൽ അക്കരെയെത്തി പൂജയ്ക്കായുള്ള കലങ്ങൾ സമർപ്പിച്ച് പ്രസാദവും വാങ്ങി ഇവർ കരിമ്പനയ്ക്കൽ ചാത്തോത്ത് കയ്യാലയിൽ വിശ്രമിക്കും. ഈ കലങ്ങളുപയോഗിച്ചാണ് യാഗോത്സവത്തിലെ മകം, പൂരം, ഉത്രം നാളുകളിൽ വിശേഷാൽ കലശപൂജകൾ നടക്കുന്നത്.